ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലും ചെയ്യാൻ പോകുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് തന്നെയാണ്. നമ്മളെ ലാസ്റ്റ് റീസെൻ്റ്ലി നടന്നിട്ടുള്ള എമിയുടെ സെയിം സിലബസിൽ നടന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ഫോർമാൻ എന്നുള്ള എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 13ഉം അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ടാക്സ് ആക്ഷൻ ആക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്ഷൻ 134 ഡീൽസ് വിത്ത് ഗുഡ് സമാരിറ്റൻസ് ഗിവിംഗ് ഇൻഫർമേഷൻ ബൈ ഓണർ ഡ്യൂട്ടീസ് ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറി യൂസിങ് വെഹിക്കിൾ വിത്തൗട്ട് രജിസ്ട്രേഷൻ. ഇപ്പോൾ സെക്ഷൻ 134 മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 134 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? ഗുഡ് സമാരിറ്റനെ കുറിച്ചാണോ, അതേമാതിരി ഇൻഫർമേഷൻസ് ഡ്രൈവറിൻ്റെ ഓണർ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഡ്രൈവറുടെ ഡ്യൂട്ടീസിനെ കുറിച്ചാണോ, അതേപോലെ വെഹിക്കിൾ വിത്തൗട്ട് രജിസ്ട്രേഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ സെക്ഷൻ 134 ഇത് നമ്മൾ 134A ആണ് ഗുഡ് സമാരിറ്റൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊണ്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ 134 എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഡ്യൂട്ടീസ് ഓഫ് ഡ്രൈവർ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 134 എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് എ ഡ്രൈവർ ഇൻവോൾവിംഗ് ആൻ ആക്സിഡന്റ് ഇൻക്ലൂഡിംഗ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ഹെൽപ്പ് ആൻഡ് റിപ്പോർട്ടിംഗ് ദി ആക്സിഡന്റ്. അപ്പോൾ നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു 24 hours ഉള്ളിൽ ആ ആക്സിഡന്റ് പോലീസിൽ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഡ്രൈവറുടെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. പിന്നെ അവിടെ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വാഹനം അവിടെ നിന്നും എടുത്ത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് മാറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടീസിൽ പറയുന്ന കാര്യങ്ങളാണ് 134 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡ്യൂട്ടീസ് ഇൻ കേസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറി. ആക്സിഡന്റിലോ ഇഞ്ചുറിയിലോ ഡ്രൈവർക്ക് ആക്സിഡന്റ് ഓർ ഇഞ്ചുറി നടക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് ഉണ്ടാവുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചാണ് സെക്ഷൻ 134 ഡീൽ ചെയ്യുന്നത്. 134A ആവുമ്പോൾ ഗുഡ് സമാരിറ്റൻസ് ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, റൈഡിങ് ഓൺ റണ്ണിംഗ് ബോർഡ് ഈസ് പ്രൊഹിബിറ്റഡ് അണ്ടർ. റൈഡിങ് ഓൺ റണ്ണിംഗ് ബോർഡ്, റണ്ണിംഗ് ബോർഡിൽ വാഹനം റണ്ണിംഗ് ബോർഡിൽ ചവിട്ടി നിന്നിട്ട് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏത് സെക്ഷനാണ്? അത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 124, അതേപോലെ തന്നെ 125, 123, 131 സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 123 ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 123C ആണ് അതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ് സെക്ഷൻ 129 അപ്ലൈസ് ടു എ പേഴ്സൺ ദി എബവ് ഏജ് ഓഫ് 2 years, 3 years, 4 years, 5 years. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 128ഉം 129ഉം പറയുന്നത് മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ആണ്. 128 എന്ന് പറയുന്നത് നമ്മളെ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. 128 വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ്. 129 എന്ന് പറയുന്നത് നമ്മളെ 2 വീലേഴ്സിലെ പില്ലിയൻ റൈഡേഴ്സിന് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പാലിച്ചിരിക്കണം. പില്ലിയൻ റൈഡേഴ്സിന് എന്ന് പറഞ്ഞാൽ നമ്മളെ വാഹനത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന കൂടുതൽ ആളുണ്ടാവുമല്ലോ 2 വീലറിൽ. അപ്പോൾ അവർക്കില്ല സേഫ്റ്റി മെഷേഴ്സ്. അവർക്കുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് റെയിൽ വേണ്ടി വരും, അതേപോലെ ഫുഡ് റെസ്റ്റ് വേണ്ടി വരും, ഹെൽമെറ്റ് വേണ്ടി വരും, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ വേണ്ടി വരും അല്ലേ, പിന്നെ സാരി കാർഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാലിക്കുന്നതാണ് 129 പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് 129 അപ്ലൈസ് പേഴ്സൺസ് ഓഫ് ഏജ് എബോവ്, ഏത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലിക്കബിൾ എന്നാണ്. 2 വയസ്സിന് മുകളിലുള്ളതാണോ, 3 വയസ്സിനാണോ, 4 വയസ്സാണോ, 5 വയസ്സാണോ? 2, 3, 4, 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ വയസ്സാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും സെക്ഷൻ 129 പ്രകാരം അല്ലേ അതെന്താണ്, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് നിർബന്ധം ആണ് എന്നാണ് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്താ പറയുന്നത്, 4 years ആണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. ഇത് ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ ഒരു സെക്ഷനും അതുമായി ബന്ധപ്പെട്ട ഒരു ഏജ് ലിമിറ്റും വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which section in Motor Vehicle Act makes it mandatory for every child to be secured by a safety belt or child restraint system?
അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് വകുപ്പാണ് അല്ലെ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് സെക്ഷനാണ് പറയുന്നത്, എന്ത് എല്ലാ കുട്ടികളെയും ഒരു സേഫ്റ്റി ബെൽറ്റിന്റെയോ അല്ലെങ്കിൽ ചൈൽഡ് റെസ്ട്രെയിൻമെന്റ് സിസ്റ്റത്തിലോ ആണ് ഇരുത്തേണ്ടത് അല്ലെ. സെക്യൂർഡ് ബൈ അവരിരുത്തുന്ന ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കണം. സേഫ്റ്റി ബെൽറ്റ് മീൻസ് സീറ്റ് ബെൽറ്റ് തന്നെ. സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ചൈൽഡ് റെസ്ട്രെയിൻമെന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് ഏത് സെക്ഷനാണ് പറയുന്നത്? 192A ആണോ, 193B ആണോ, 194B ആണോ, 195D ആണോ എന്നുള്ള ഓർത്തിരിക്കുക. ഇത് ഷോർട്ടാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബി എന്നുള്ള ഇത് ഓർത്താൽ മതി. ഈ ബി എന്നുള്ള നമുക്കൊരു ബെൽറ്റ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാം. പക്ഷെ അവിടെ ബി രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ആൻസർ പറഞ്ഞത് 194B ആണ് കേട്ടോ. 194B ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ആൻഡ് അൺഇൻഷുർഡ് വെഹിക്കിൾ ഈസ് പണിഷബിൾ അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട്? സെക്ഷൻ 146, സെക്ഷൻ 196, സെക്ഷൻ 192, അതേപോലെ തന്നെ സെക്ഷൻ 194A. ഏതാണ് പറയുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? അൺഇൻഷുർഡ് വെഹിക്കിൾ അല്ലെ, ഇൻഷുർ ചെയ്യാത്ത വാഹനം, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഏത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് സെക്ഷന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, വയലേഷൻ ആയിട്ട് വരുന്നത്? വിച്ച് ഈസ് പണിഷബിൾ അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട്? മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏത് സെക്ഷന് കീഴിലാണ്? 146 146 പറയുന്നുണ്ട്, 196 പറയുന്നുണ്ട്, 192 പറയുന്നുണ്ട്, 192A പറയുന്നുണ്ട്. ഏതാണ് ആൻസർ വരിക? നമുക്ക് വരുന്നത് 196 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. സെക്ഷൻ 196 പ്രകാരം അല്ലെ, 196 പ്രകാരം ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനം റോഡിലൂടെ ഓടിക്കുന്നത് എന്ന് പറയുന്നത് പണിഷബിൾ ഒഫൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് നമ്മളൊരു ടെക്നിക്കൽ ടേമുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലൊക്കെ ഉള്ള ടേമുമായി ബന്ധപ്പെട്ട കാര്യമാണ് മോട്ടോർ ക്യാബ്. മോട്ടോർ ക്യാബ് മീൻസ് എ മോട്ടോർ വെഹിക്കിൾ ക്യാരിയിങ് നോട്ട് മോർ ദാൻ 5 പാസഞ്ചേഴ്സ്, 6 പാസഞ്ചേഴ്സ്, 12 പാസഞ്ചേഴ്സ്, 7 പാസഞ്ചേഴ്സ്. അതായത് മോട്ടോർ ക്യാബ് എന്ന് പറയുന്ന മോട്ടോർ ക്യാബ് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മോട്ടോർ ക്യാബ് ഒരു ഡെഫിനിഷൻ ഉണ്ട്. നോട്ട് ക്യാരിയിങ് നോട്ട് മോർ ദാൻ എത്ര പാസഞ്ചേഴ്സ്? മോട്ടോർ ക്യാബിൽ മാക്സിമം കയറാൻ പറ്റുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണാണ്. 5 ആണോ, 6 ആണോ, 12 ആണോ, 7 ആണോ എന്നുള്ളതാണ് അല്ലേ. നോട്ട് മോർ ദാൻ 6 പാസഞ്ചേഴ്സ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ 6 പാസഞ്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മോട്ടോർ ക്യാബ് എന്താന്ന് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മാക്സി ക്യാബ് പഠിക്കാനുണ്ട്. മാക്സി ക്യാബ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓംനി ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം ഉണ്ട്, ഓംനി ബസ്. ഇതൊക്കെ നമുക്ക് സീറ്റിങ്ങിന്റെ ഒക്കെ അനുസരിച്ച് മാറും കേട്ടോ. മാക്സി ക്യാബ് ഇത് നോട്ട് ഗ്രേറ്റർ ദാൻ 6 ആണ്, ഇത് നോട്ട് ഗ്രേറ്റർ ദാൻ 12 ആണ്. അപ്പം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഗാരേജ് പഠിക്കാം, കോൺട്രാക്ട് ഗാരേജ് പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട് ഈ ഒരു ടേമിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 112 റെഫേഴ്സ് വിച്ച് ദ ഫോളോയിങ്? സ്പീഡ് ലിമിറ്റ്, വെഹിക്കിൾ വെയിങ്, ഓവർലോഡിങ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 112 എന്തിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത് എന്നാണ്. വെഹിക്കിൾ വാഹനത്തിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട കാര്യമാണോ? ഓവർലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അത് ഓവർലോഡിങ്ങുമായി ബന്ധപ്പെട്ടതാണോ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണോ, അതോ സ്പീഡ് ലിമിറ്റുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാ വരുന്നത്? മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 112 പറയുന്നത് സ്പീഡ് ലിമിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സെക്ഷൻസ് ഇവിടെ കുറച്ചധികം സെക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 112 പഠിക്കണം. 113ഉം 114ഉം 115ഉം നമുക്കൊരു സിമിലർ സെക്ഷൻ പോലെയാണ് വരുന്നത്. ഓവർലോഡ് ചെയ്യുന്നതും ലിമിറ്റേഷൻസ് ഓഫ് യൂസും ഒക്കെയാണ് നമുക്ക് 115 വരെ വരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഒരു 112, 13, 14, 15 എപ്പോഴും നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഭാരത് സ്റ്റേജ് 6 ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് ഇൻ ഇന്ത്യ ഈസ് 2017 ഏപ്രിൽ 1 ആണോ, 2019 ഏപ്രിൽ 1 ആണോ, 2020 ഏപ്രിൽ 1 ആണോ, 2021 ഏപ്രിൽ 1 ആണോ? ഭാരത് സ്റ്റേജ് BS6 എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഭാരത് സ്റ്റേജ് 6 ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏപ്രിൽ 1, 2020 ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഏപ്രിൽ 1, 2020. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ ടാക്സ് ഈസ് ലെവിഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കേരള ടാക്സാക്ഷൻ ആക്ട്? ഗ്രീൻ ടാക്സ് ഈസ് ലെവിഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കേരള ടാക്സാക്ഷൻ ആക്ട്? കേരള ടാക്സാക്ഷൻ ആക്ടിലെ ഗ്രീൻ ടാക്സ് ഏത് ഇതിലാണ് വരുന്നത് അല്ലെ? സെക്ഷൻ 3A, സെക്ഷൻ 10, സെക്ഷൻ 7, സെക്ഷൻ 4 അതിൽ ഏതാണ് നമുക്ക് വരുന്നതാണ് അല്ല. ആൻസർ വരുന്നത് സെക്ഷൻ 3A ആണ്. 3Aയിലാണ് നമുക്ക് ഗ്രീൻ ടാക്സ് വരുന്നത്. ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വാഹനങ്ങൾക്കുള്ള
ടാക്സ് ആണ്. നമ്മൾ നോർമലി എടുക്കുമ്പോൾ 15 വർഷത്തേക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റു വാഹനങ്ങൾ, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് വാഹനം, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഗ്രീൻ ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ വാഹനം റിന്യൂവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 600 രൂപ സംതിങ് എത്രയാണ് എമൗണ്ട് കേട്ടോ. എമൗണ്ട് ചില സമയങ്ങളിൽ മാറാറുണ്ട്, ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. സോ അതാണ് ഗ്രീൻ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ പവർ ടു സീസ് ടു ഡീറ്റെയിൻ മോട്ടോർ വെഹിക്കിൾസ് വിച്ച് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട്. അതായത് കേരള മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വാഹനം പിടിച്ച്, പവർ ടു സീസ് മോട്ടോർ വെഹിക്കിൾസ്, വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം താഴെ പറയുന്നതിൽ ഏത് സെക്ഷനിലാണെന്ന് പറയുന്നത്? സെക്ഷൻ 11, സെക്ഷൻ 3, സെക്ഷൻ 4, അതേപോലെ സെക്ഷൻ 26 അല്ലേ. അപ്പം അങ്ങനെ ഈ ഒരു 4 സെക്ഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ളതായിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് നമ്മളെ PSCയുടെ ആൻസർ കീ പ്രകാരം സെക്ഷൻ 11 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സെക്ഷൻ 11 ആയിരുന്നു PSCയുടെ ആൻസർ കീ പ്രകാരം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഒരു തെറ്റായ ആൻസർ കീ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ല നമുക്കവിടെ കൊടുക്കേണ്ടത്, കേരള ടാക്സ് ആക്ഷൻ ആക്ട് ആണ് കേട്ടോ. കേരള ടാക്സ് ആക്ഷൻ ആക്ട് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 11, അതായത് കേരള ടാക്സ് ആക്ഷൻ ആക്ടിലെ സെക്ഷൻ 11 പ്രകാരമാണ് വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരമുള്ളത്. വാഹനം പിടിച്ചെടുക്കാനുള്ളതിൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് സെക്ഷൻ 207 ആണ് വരുന്നത് കേട്ടോ. സെക്ഷൻ 207 ആണ് വരുന്നത്. സെക്ഷൻ 206 എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നമ്മുടെ RC, അതേപോലെ തന്നെ ലൈസൻസ്, പെർമിറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, രേഖകൾ, നമ്മുടെ ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കാനുള്ള അധികാരമാണ് എന്തിരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 206 പറയുന്നത്. 207 പറയുന്നത് വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സെക്ഷൻ 207 ആണ് ആൻസർ വരേണ്ടത്. അങ്ങനെ 207 ആൻസർ ഒന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ 11 ആണ് ആൻസർ PSC പബ്ലിഷ് ചെയ്ത്. അപ്പം അങ്ങനെ ആകുമ്പോൾ കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ല വരേണ്ടത്, മോട്ടോർ ടാക്സ് ആക്ഷൻ ആക്ട് ആണ് വരേണ്ടത് കേട്ടോ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ടാക്സ് ആക്ഷൻ ആക്ട് പ്രകാരമാണ് എന്നുള്ളതാണ്. പിന്നെ ചലഞ്ച് ചെയ്യും, അത് ക്യാൻസൽ ചെയ്യൊന്നും ചെയ്തില്ല. കാരണം കൂടുതൽ ആളുകൾ നല്ല രീതിയിൽ പോലുള്ളൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചലഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മറ്റ് ഒരു ഫോർമാൻ പോലുള്ള എക്സാമിൽ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ചലഞ്ച് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ടോ എന്താ അറിയില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഈ സെക്ഷൻ 11 ആണ് ആൻസർ. ടാക്സ് ആക്ഷൻ ആക്ടിലാണ് 11 വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം എന്നുള്ളത് കൂടി കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് കണ്ടിന്യൂസ്ലി നമ്മളൊരു 5 to 6 വീഡിയോസിലായിട്ട് നമ്മളെ ഓട്ടോമൊബൈലിൻ്റെ പാർട്ടിൽ നിന്നും അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ പാർട്ടിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ AMVയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.